മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്ഷമിക്കാൻ സന്നദ്ധനും ദയാലുവും കൃപാനിധിയും ക്ഷമാശീലനും അളവറ്റ സ്നേഹത്തിന് ഉടയവനുമായ ദൈവത്തെ നമുക്ക് ഏറ്റുപറയാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ അനുകമ്പാർദ്രമാം ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അനുകമ്പാർദ്രമാം ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. നെഹമ്യായുടെ പുസ്തകം 9-ാം അധ്യായം 17-ാം വാക്യം. The book of Nehemiah, chapter 9, verse 17. അവർ അനുസരിക്കാൻ വിസമ്മതിച്ച് അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ അവഗണിച്ചു. ദുശാഠ്യക്കാരായ അവർ ഈജിപ്തിലെ അടിമത്തത്തിലേക്ക് മടങ്ങാൻ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ക്ഷമിക്കാൻ സന്നദ്ധനും ദയാലുവും കൃപാനിധിയും ക്ഷമാശീലനും അളവറ്റ സ്നേഹത്തിന് ഉടയവനുമായ ദൈവമാകയാൽ അവിടുന്ന് അവരെ കൈവെടിഞ്ഞില്ല. ഇസ്രായേലിൻ്റെ ദൈവത്തോട് കാട്ടിയ എതിർപ്പിനെ നെഹമ്യ പുസ്തകം ഓർത്തെടുക്കുകയാണ്. ഈജിപ്തിലെ അടിമപ്പാളയത്തിൽ നിന്ന് കർത്താവ് തൻ്റെ കരുത്തുറ്റ കരങ്ങളാൽ വിടുവിച്ച് കാനാൻ ദേശത്തിലേക്ക് നയിക്കപ്പെട്ട ഇസ്രായേൽ ജനം. എന്നാൽ കർത്താവ് പ്രവർത്തിച്ച മഹാത്ഭുതങ്ങൾ വിസ്മരിച്ച് ദൈവത്തോട് മറുതലിച്ച് അവര് അടിമത്തത്തിന്റെ ഭൂമിയായ ഈജിപ്തിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കുന്നു. അത്ര വലിയ ഒരു ദുശാഠ്യം, അത്ര വലിയ മറുതലിക്കൽ ഒരു ജനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ പിന്നെ ആരാണ് അവരോട് ക്ഷമിച്ച് വീണ്ടും അവരെ ചേർത്ത് പിടിക്കുന്നത്? ദൈവമല്ലാതെ. ക്ഷമാശീലനും അളവറ്റ സ്നേഹത്തിന് ഉടയവനുമായ ദൈവം ഇസ്രായേലിനെ കൈവെടിയാതെ വീണ്ടും ചേർത്ത് പിടിക്കുന്നു. നാം പാടി പ്രാർത്ഥിച്ചതുപോലെ അതിരുകളില്ലാത്ത സ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, അനുകമ്പാർദ്രമാം ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. പാപിയായ ഏറെ വട്ടം വീണുപോയ എനിക്ക് വേണ്ടി തുടിക്കുന്ന കർത്താവിൻ്റെ ഹൃദയത്തെ നമുക്ക് ധ്യാനിക്കാൻ കഴിയട്ടെ. ക്ഷമിക്കാൻ സന്നദ്ധനായ ദൈവം. ഇസ്രായേലിൻ്റെ ചരിത്രം പോരാ, നമ്മുടെ ഓരോരുത്തരുടെയും ചരിത്രം
അതിൻ്റെ തെളിവാണ്. എത്ര മറുതലിച്ച് അകന്നു പോകാൻ ശ്രമിച്ചാലും വീണ്ടും ക്ഷമാപൂർവം നമ്മെ ചേർത്ത് പിടിക്കുന്ന കർത്താവിൻ്റെ കരുണ. There is no sin that God's mercy cannot forgive. ദൈവത്തിൻ്റെ കരുണയ്ക്ക് പൊറുക്കാൻ പറ്റാത്ത ഒരു പാപവുമില്ല. ദൈവത്തിൻ്റെ കരുണയ്ക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു പാപവും ഇല്ല. കർത്താവ് ക്ഷമിക്കാൻ മടിയില്ലാത്തവൻ, അതിരില്ലാത്ത സ്നേഹത്തിൻ്റെ ഉടയവൻ. ആ സ്നേഹത്തെ തിരിച്ചറിയേണ്ട കാലമാണ് ഈ നോമ്പ് കാലം. എത്ര നടന്നകന്നാലും കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നമുക്ക് തിരികെ വരാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, നിന്റെ ക്ഷമിക്കുന്ന ഹൃദയത്തെ ഓർത്ത് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ കരുണയിൽ പൂർണ്ണമായും ആശ്രയിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ഈ ദിവസം എന്നെ നീ നവീകരിക്കണമേ. ഈ ദിവസത്തിൻ്റെ എല്ലാ പ്രയത്നങ്ങളെയും കർത്താവിന് വിട്ടുകൊടുത്ത് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.